കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ. ഇന്ന് ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ്, അമ്പാടിയിലെ രൂപങ്ങളുമായിട്ടാണോ അതോ മറ്റേതെങ്കിലും രൂപങ്ങളുമായിട്ടാണോ ആ കണ്ണൻ നിൽക്കുന്നത് അറിയില്ല. അപ്പോൾ അത് നോക്കാനായിട്ട് നമുക്ക് പോവാം. ആദ്യം തന്നെ ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജയായിരുന്നു, അതിൻ്റെ തിരക്കുകളുണ്ടായിരുന്നു ധാരാളം. ആദ്യം തന്നെ നമുക്ക് കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ നേരെ അത്തിമര ഗണപതിയെ കാണാനായിട്ട് പോവാം. അത്തിമര ഗണപതിയെ കാണുമ്പോൾ വളരെ സുഖമാണ്. 4 ദിശയിൽ നിന്നും നോക്കി കാണാം നമുക്ക്. അതേമാതിരി നന്നായിട്ട് പ്രാർത്ഥിക്കാം, വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. അതിനുശേഷം നമ്മൾ ഗോപുരവാതിൽ കിടക്കുകയാണ്. ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും അതിൻ്റെ മുകളിലുള്ള കേശവൻ്റെ 2 കൊമ്പുകളൊക്കെ ഇങ്ങനെ കണ്ട് മഹാലക്ഷ്മി ദേവീനെയൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ നമ്മൾ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ സൈഡിലേക്ക് ഒന്ന് നോക്കിയാൽ പൂന്താനത്തിരും മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കിയിട്ടൊന്ന് തൊഴാം. പിന്നീട് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. വളരെ കൗതുകകരമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. കാൽപാദങ്ങൾ കാണാണ്ട്, ഉണ്ണിയുടെ കാൽവളകൾ കാണാണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ നല്ല വെളുത്തൊരു പാവുകൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. ആ പാവുമുണ്ടിൻ്റെ മുകളിൽ ഇങ്ങനെ അരമണി കാണാണ്ട്, കിങ്ങിണി കാണാണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അങ്ങനെ ഒരു മാങ്ങാമാല, അതേപോലെ കൈവളകൾ, തോൾവളകൾ കാണാണ്ട്. അതുമാത്രമല്ല, ഇന്നിപ്പോൾ ആളൊരു പാട്ടുകാരനായിട്ടാണ് കേട്ടോ. കയ്യിൽ ചേങ്ങില അങ്ങനെ ഉണ്ട്, അഷ്ടപതി പാടുന്ന ആ ഒരു ചേങ്ങില താളത്തിൻ്റെ അത് കയ്യിൽ പിടിച്ചിങ്ങനെ അഷ്ടപതി പാടുകയാണ് ആൾ. അപ്പോൾ ഇന്ന് അഷ്ടപതി പാടുന്ന ആളുടെ രൂപത്തിലാണ് കേട്ടോ ഉണ്ണിക്കണ്ണൻ. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. ആരാണെന്നറിയില്ല, ഏത് രൂപത്തിലാണെന്നും അറിയില്ല എന്ന് പറഞ്ഞ പോലെ ആരുടെ ഭാവനയിലാണ് വന്നതെന്ന് അറിയില്ല. എന്തായാലും അഷ്ടപതി പാടുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അങ്ങനെ പീലിത്തിരുമുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. തിരുമുടി മാലകൾ 2 ഉണ്ട്. വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ളതും. അതേപോലെ ഉണ്ടമാലകൾ എങ്ങനെ വെച്ചാൽ താമര ഉണ്ട്, തുളസിയുണ്ട് കാര്യമായിട്ട്, പിന്നെ വെളുത്ത പൂവും. അങ്ങനത്തെ 2 ഉണ്ടമാലകളും 2 തിരുമുടിമാലകളും, പിന്നെ മുകളിൽ വിധാനമായിട്ട് 4-5 തുളസിമാലകളാണ്, ഒരു താമരമാലയുണ്ട്. ആ ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് തൊഴുതോളൂ കേട്ടോ. ആ ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുതോളൂ, പ്രാർത്ഥിച്ചോളൂ. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. അങ്ങനെ അവിടെ നിന്ന് തൊഴുതിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങിയ ആദ്യം കാണുന്ന അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. അതേപോലെ തിടപ്പള്ളി നോക്കി തൊഴാം. പിന്നെ ആലിലക്കണ്ണനെയും കണ്ട് തൊഴുത് സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് ഗണേശൻ്റെ അടുത്തേക്ക് വരാം. ഗണേശൻ്റെ അടുത്ത് വരുമ്പോഴും അത്യാവശ്യമൊക്കെ തിരക്കുണ്ട് അവിടെ. അങ്ങനെ വന്ന് നോക്കിയാൽ കാണാനുള്ളത് ആ മുഖമൊക്കെ നന്നായിട്ട് കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. മുകളിൽ കിരീടം വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ നന്നായിട്ടുള്ള അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. ധാരാളം സ്വർണത്തിൻ്റെ മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ധാരാളം അർച്ചനപ്പൂക്കളുണ്ട്. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ കോർണറിൽ എത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് ആ മേൽശാന്തിന് അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് ആ വാമന മൂർത്തിയെ കാണാം. അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപം കാണാം.
ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. അവിടെയും ധാരാളം മാലകളുണ്ട്. ചെണ്ടുമല്ലിമാല ഉണ്ട്, താമരമാല ഉണ്ട്, തുളസി മാലകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാൽപാദത്തിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴാം. കൃഷ്ണനെയൊക്കെ കാണാം. അത് കഴിഞ്ഞ് മുരുകൻ്റെ അടുത്തേക്ക് വരിക. മുരുകൻ്റെ അടുത്ത് വന്ന് അവിടെ ധാരാളം ഭസ്മം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഇന്നിപ്പോൾ കുറച്ചൊരു വെറ്റിലമാല ഞാൻ കാണാണ്ട്, കുറച്ച് കുങ്കുമമുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാഗ്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപവും ആ വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ താമരക്കണ്ണനെയും കണ്ട്, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് ഇങ്ങനെ മുകളിലേക്ക് കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ ആ നൃത്താറിയും അതേപോലെ മണിക്കിണറൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വന്ന് കുറൂരമ്മേനെയും നാരദനെയും അതേപോലെ മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വരാം. എന്നിട്ട് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. പിന്നീട് നമ്മൾ എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് ഇങ്ങനെ പോരാം. അങ്ങനെ അവിടെയൊക്കെ നല്ല തിരക്കാണ്. അങ്ങനെ അവിടെ വന്ന് ഭഗവതീനെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഗോളക തന്നെയാണ്. അങ്ങനെ മുകളിലേക്ക് ഗോളക, അതിൻ്റെ മുകളിൽ നല്ല മാലകൾ, തെച്ചിമാലകളും തുളസിമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. താമരപ്പൂ കൊണ്ട് ധാരാളം അർച്ചന കഴിഞ്ഞിട്ടുണ്ട്. നല്ല രസമായിട്ട് തന്നെയാണ് കാണാനുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭഗവതീനെ പ്രാർത്ഥിക്കാം കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ കണ്ട് പ്രാർത്ഥിക്കാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. മമ്മിയൂരപ്പനെ മനസ്സിൽ സ്മരിക്കുകയും ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ അഷ്ടപതി വായനക്കാരനെ ഒന്നുകൂടി കണ്ടു തൊഴാം. പിന്നെ നമ്മൾ കൂത്താമ്പലത്തിൻ്റെ അവിടെ വന്ന് നമസ്കരിക്കാം. വീണ്ടും അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്നാൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അവിടെ എങ്ങനെയാ വെച്ചാൽ പാവുകൊണ്ട് തന്നെയാണ് ഉടുപ്പിച്ചിട്ടുള്ളത്. അതേപോലെ മുകളിലേക്ക് ഇങ്ങനെ കളവും കൊണ്ട് ചാർത്തിയിട്ടുണ്ട്, ചന്ദനം കൊണ്ട്. പിന്നെ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. കാതിൽ കടുക്കനൊക്കെ ഇട്ടിട്ടുണ്ട്. കഴുത്തിൽ നല്ല വലിയ മാല ഉണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമീനെ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അതിനുശേഷം അവിടുന്ന് ഇങ്ങനെ വന്ന് അവിടുന്ന് പ്രദക്ഷിണമായി വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കാണാം. അതേപോലെ കൊടിമരത്തിൻ്റെ ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ അങ്ങനെ വന്ന് രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാൻ വരാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യാൻ വരുമ്പോൾ അതിൻ്റെ നടുക്കിലേക്ക് നോക്കിയാൽ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ നാരായണാലയത്തിൽ പോയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. പിന്നെ ദേവിയുടെ അവിടെയും വന്ന് അതേപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കി തൊഴുത് തെക്കേ വശത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ കൂവളത്തെ കാണാം. ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീ ദേവീനെയും ഒക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അവരവർ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയട്ടെ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് വിനീഷ് മൂലം വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാണ്. ആതിര അനീഴം വിവാഹം നടക്കാൻ വേണ്ടിയിട്ട്. ആദിത്യ രോഹിണി ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട്. അശ്വിൻ അശ്വതി മനസ്സ് ശാന്തമാവാൻ വേണ്ടിയിട്ടാണ്.
പിന്നെ സുബ്രഹ്മണ്യൻ്റെ അസുഖങ്ങളൊക്കെ ഭേദമാവാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മോഹൻ്റെ മകളുടെ ജോലി കിട്ടാനൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.